വയനാട് സംഭവിച്ചിട്ടുള്ള ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അവരെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷമം നമ്മൾ അറിയുന്നില്ല. ആയിട്ടും അതിൻ്റെ ശാസ്ത്രീയമായ വിവരങ്ങൾ പങ്കുവെക്കുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും സഹായകമായിട്ടുള്ള നമ്മൾ മുന്നേയും പല വിഷയങ്ങളും അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള നമ്മൾ പ്രിയ സുഹൃത്തുമായിട്ടുള്ള പൗലോസ് തോമസ് ഇതിനു വേണ്ടി നമ്മളുടെ ഒപ്പം ഇന്ന് ചേരുന്നത്. അപ്പോൾ സ്വാഗതം പൗലോസ്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട് ദുരന്തം. അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി തരണം നമുക്ക്. അതെന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചു, അതിൻ്റെ ആഘാതം എന്തുകൊണ്ട് വർദ്ധിച്ചു, അത് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ ലാൻഡ് സ്ലൈഡ്സ് എന്നുള്ളൊരു വിഷയം അവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നു. യെസ്, വയനാടിന്റെ കേസിൽ നമ്മൾ ലാൻഡ് സ്ലൈഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ പത്രങ്ങളിലെല്ലാം നമ്മൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകൾ പലതും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പല വാർത്തകൾ കേൾക്കുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഇതിൽ ഏതാണ് റിയൽ റീസൺ, എന്താണ് എക്സാക്ട് റീസൺ? നമ്മളവിടെ മരങ്ങളെല്ലാം വെട്ടി മുറിച്ച് മാറ്റിയതാണോ, അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി ഉള്ള നമ്മൾ സ്ഥലം എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണോ, ക്വാറിയിങ് ആണോ, മൈനിങ് ആണോ, അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ ആണോ? ഇതൊക്കെ പല പല ഫാക്ടേഴ്സ് ഇങ്ങനെ കയറി വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിയതല്ല വയനാടിലത്തെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള റീസൺ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രകൃതി സ്നേഹികൾ എല്ലാവരും കൂടി ഓടി വന്ന് ഇതിൽ കരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോർമേഷൻ, അതായത് മുമ്പും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവേണ്ടതല്ല ഇത്തരം മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോർമേഷൻസ്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് സഡൻലി ഇത് എവിടെ നിന്ന് പൊട്ടി മുളച്ചു എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നതിന്റെ റീസൺ മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോർമേഷൻ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്, ആഗോളതാപനം. ഈ ഗ്ലോബൽ വാർമിംഗിന്റെ റീസൺ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷന്റെ റീസൺ ചോദിക്കുമ്പോഴാണ് അവിടെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ റോള് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ആണ് ഇതിലോട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോർമേഷൻ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അത് ഫോം ചെയ്യുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം 2019 ശേഷമാണ് പ്രകടമായ രീതിയിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഒരു നോർത്തേൺ റീജിയനിൽ മാത്രം കണ്ടിരുന്ന ഇത്തരം ഇഷ്യൂസ് നമ്മൾ സദേൺ റീജിയനിലോട്ടും ഇത് വരുന്നു. അറബിക് കടലിൽ നിന്നും വരുന്ന കാറ്റ് ഈ മിനി ക്ലൗഡ് ബേഴ്സ്റ്റുകൾ ഫോം ചെയ്യാവുന്ന തരത്തിലുള്ള വെർട്ടിക്കൽ ക്യൂമുലോ നിംബസ് ക്ലൗഡുകളൊക്കെ ഫോം ചെയ്യുന്ന തരത്തിൽ അത് മാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലോബൽ വാർമിംഗ് ആണ് ഇതിന്റെ അൾട്ടിമേറ്റ് റീസൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ക്ലൗഡ് ബേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയമായിട്ട് എപ്പോഴും പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഇത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വേറൊരു പ്രത്യേക ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പരീക്ഷണമാണ്, ശിക്ഷയാണ്. അതുകൂടാതെ ഇതിൽ അകപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ അവർ ഓൾറെഡി മോക്ഷം പ്രാപിച്ചു, സ്വർഗത്തിലെത്തി എന്ന് വരെ പറയുന്നു. അപ്പോൾ ഇത് ശിക്ഷ, അതുപോലെ പരീക്ഷണം എന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എലമെൻ്റ് ഉണ്ട്. അത് ഈ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം. അതായത് ഇപ്പോൾ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ലോകത്ത് നടക്കുന്നു. ഇപ്പോൾ ഭൂകമ്പങ്ങൾ, സൈക്ലോൺസ്, അതുകൂടാതെ അഗ്നിപർവ്വതം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ ഏത് തന്നെ എടുത്തു കഴിഞ്ഞാലും മനുഷ്യൻ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അതിന് സാധിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ആൾനാശവും ഇപ്പോഴതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആൾനാശവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൾനാശം കുറഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതിനൊരു വലിയ ഉദാഹരണമാണ് നമ്മളുടെ ഒഡീഷയിൽ സംഭവിക്കാറുള്ള കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഒരു ആഗോള മോഡലായിട്ട് തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലാൻഡ് സ്ലൈഡ്
അത് പ്രഡിക്റ്റബിൾ അല്ലേ? അത് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അതിനുള്ള ടെക്നോളജീസ് എങ്ങനെയാണ് ഇന്ന സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള സാധ്യത അതുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ്, അതായത് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് പഠനം നടത്തി അവിടെ നമ്മൾ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളുടെ വീഴ്ച വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഇത് ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് ആണ്. എസ്പെഷ്യലി കേരളം നോക്കിക്കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം നമ്മൾ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവി ടെക്നോളജി, അതായത് പലതരത്തിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലതരത്തിൽ നമ്മൾ ഈ പറയുന്ന സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണിന്റെ അല്ലെങ്കിൽ ഡാംനെസ് അല്ലെങ്കിൽ മോയ്സ്ചർ, അവിടെ ക്ലൗഡ്, ഈ പറയുന്ന മിനി ക്ലൗഡ്സ് ബേഴ്സ്റ്റുകൾ ഫോം ചെയ്യാനുള്ള സാധ്യത, കൃത്യമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ്, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഒത്ത് കൂടി അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വരുന്നത് നമുക്ക് പ്രോസസ് ചെയ്തെടുക്കാൻ സമയം എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഈ മിനി ക്ലൗഡ് ബേഴ്സ് ഒക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്. പലപ്പോഴും നമ്മൾ കളിയാക്കാറുണ്ട്, മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് എപ്പോഴും നമ്മൾ കളിയാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് മഴ പെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റെയിൻകോട്ട് ഇല്ലാതെ പുറത്തിറങ്ങാം എന്നുള്ള ധൈര്യത്തിലുള്ള നമ്മൾ പല രീതിയിൽ കളിയാക്കാറുണ്ട്. മഴ പെയ്യില്ല എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മൾ ഉറപ്പിക്കാറുണ്ട്. പക്ഷെ അതാണ് മനസ്സിലാക്കേണ്ടത്, ഈ വെതർ ഫോർകാസ്റ്റിംഗ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി എന്നുള്ളതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടിയൊക്കെ സ്റ്റോംസ്, ടൊർണാഡോസ്, ഹറിക്കെയിൻസ്, അതിന്റെ പാത്തൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ US പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ടൊർണാഡോ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്റ്റോം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ബട്ട് ഈ നമ്മൾ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡിന്റെ പ്രധാന കാരണം എന്ന് പറയുന്ന മിനി ക്ലൗഡ് ബേഴ്സ് ഫോർമേഷൻസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി, എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഈവൻ ദോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്ത്, അതായത് ഇനിയുള്ള കാലത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുക, ഇത്തരം വെർട്ടിക്കൽ ക്ലൗഡ്സ് ഫോം ചെയ്യാൻ, എവിടെയെല്ലാം ഫോം ചെയ്യാൻ, എവിടെയൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് അവിടെ നിന്ന് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതെല്ലാം ദാറ്റ് ഈസ് ആ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ്. അപ്പോ അവിടെ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് 1 മണിക്കൂർ മുമ്പ് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് തന്നെ ഇരിക്കുക. ജസ്റ്റ് ഇമാജിൻ, അതായത് 1 മണിക്കൂറിനുള്ളിൽ ഒരു ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആ 1 മണിക്കൂർ കൊണ്ട് എത്രമാത്രം നമുക്ക് വാൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ മുണ്ടക്കൈ പോലെയുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം വെച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ചോദിക്കുന്നുണ്ട്, നമുക്ക് അവരെ രക്ഷിക്കാമായിരുന്നില്ലേ? ആൻസർ യെസ്, നമുക്ക് രക്ഷിക്കാമായിരുന്നു. പക്ഷെ അതൊരു ഐഡിയൽ റിപ്പോർട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമുക്ക് ടെക്നോളജി കൊണ്ടുവരാം, പക്ഷെ അതിന്റെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് അതിനെ മാത്രം നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇവാക്യുവേഷൻ നടപടികളിലോട്ട് നീങ്ങുമ്പോൾ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ ഒരാളെ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരം മെത്തേഡുകൾ കൊണ്ടുവരേണ്ടത്. ഒരു സംശയം, ഇപ്പൊ ഇവാക്യുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ അഗ്നിപർവ്വതം അതിൻ്റെ ഒരു മേഖലയാണെന്നുണ്ടെങ്കിൽ ആരും അവിടെ പോയി താമസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അഗ്നിപർവ്വതം പൊട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരുന്നൊരു ആവശ്യകത, മീൻസ് ആ മലയുടെ ചെരുവിലൊന്നും ആരും എന്തായാലും പോയി താമസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ മാതിരി ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് ആണ് എന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുമല്ലോ. അതിന് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം നമുക്ക് ഇത് ലാൻഡ് സ്ലൈഡൊക്കെ വരുന്നതിന് മുന്നേ തന്നെ, വർഷങ്ങൾക്ക് മുന്നേ തന്നെ കിട്ടുന്നു എന്ന് വരുമ്പോൾ അത്തരം ഏരിയകൾ അത് മനസ്സിലാക്കി ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിലാക്കി അതിന് വേർതിരിച്ച് ഇപ്പോൾ നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലൊക്കെ പറയുന്ന മാതിരി അത്തരം സ്ഥലങ്ങളിൽ ജനവാസം ഒഴിവാക്കുക, സെറ്റിൽമെൻറ്റ്സ് ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്താൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതും പ്രഡിക്ഷൻ്റെ ഭാഗം തന്നെയല്ലേ? അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ദുരന്തം തന്നെ അതിന് മുന്നേ കൂട്ടി എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം മുന്നേ അതുപോലെ അവിടെ ഒരു ഹ്യൂം സെൻറ്റർ എന്ന് പറയുന്ന ഒരു ലോക്കലി ഉള്ള ഒരു സെൻറ്റർ, അവർ ഇതിൻ്റെ വിവരം കൈമാറിയതായിട്ടൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പോൾ ആളുകൾ അവിടെ താമസിക്കാതെ നോക്കേണ്ട ഒരു ബാധ്യതയും കൂടിയില്ലേ? അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നതിൽ ഒരു മേജർ പാർട്ട് ഷെയർ ചെയ്യുന്ന ഒരു പോർഷനും കൂടിയാണ് ഈ പറയുന്ന ഗട്ട്സിന്റെ ഒരു റീജിയൻ എന്ന് പറയുന്നത്.
അപ്പൊ അവിടെ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയിലുള്ള ആൾക്കാരെ മൊത്തം ഒഴിപ്പിച്ച് കേരളത്തിന്റെ മിഡിൽ റീജിയൻ അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയനിലോട്ട് മാറ്റുക എന്ന് പറയുക, അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അത്രയും അധികം പോപ്പുലേഷൻ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ വയനാട് തന്നെ എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മൾ അവരെല്ലാം ഒഴിപ്പിച്ച് നമുക്ക് ഈ പറയുന്ന റീജിയനിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റ ഉപയോഗിച്ചിട്ട് മുമ്പ് ഈ ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇത്തരം മൺസൂൺ സീസണിൽ നമുക്ക് അവിടുത്തെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു കൂടെ എന്നുള്ളൊരു ചോദ്യത്തിന്റെ ആൻസർ യെസ് തന്നെയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാലും യെസ് തന്നെയാണ്. പക്ഷെ അത് വളരെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അവിടുത്തെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ലോക്കൽ അതോറിറ്റീസിനെ കൃത്യമായിട്ട് അത് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. നമ്മൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു ഡിസിഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈസി ഉള്ള ഒരു ടാസ്ക് അല്ല. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആ ലാൻഡ് ഏരിയയെ ബേസ് ചെയ്തിട്ടാണ്. അവരുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നതെല്ലാം അതിനെ ബേസ് ചെയ്താണ്. നമ്മൾ 2 മാസത്തേക്ക് അവരോട് മാറി താമസിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയി മാറില്ല. അപ്പൊ നമുക്ക് അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ലാൻഡ് സ്ലൈഡുകൾ ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുകയും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ് ഈ മിനിമം ഒരു കംപ്ലീറ്റ് ഇവാക്വേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വലിയ ഒരു ടെക്നോളജി പ്രസന്റ്ലി നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന കാര്യം. എന്നിരുന്നാൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്തായാലും മുൻകരുതലുകൾ എടുത്തു തുടങ്ങണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ മുണ്ടക്കയില് ലാൻഡ് സ്ലൈഡ് നടന്ന ആ മലയുടെ ബാക്ക് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മൾട്ടിപ്പിൾ ലാൻഡ് സ്ലൈഡ്സ് ഒക്കർ ചെയ്തതിന്റെ എവിഡൻസ് നമുക്ക് ഗൂഗിൾ എർത്ത് വഴി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഇപ്പുറം സൈഡ് ഒരു ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ തന്നെ ഇത്രയും സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അവിടെ റിപ്പീറ്റ് ചെയ്യാം. കാരണം അതിന്റെ ആംഗിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ചെരിവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയന്റിഫിക്കലി പറയുന്ന 22-23 ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ട്. ഡിബേറ്റബിൾ ആണ്. അതിന്റെ മുകളിലുള്ള ഏത് സ്ലോപ്പും അപകടമാണ് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ അതിനെ ഫിസിക്സിലൊക്കെ വിളിക്കുന്ന ആംഗിൾ ഓഫ് റീപോസ്, ആംഗിൾ ഓഫ് സ്ലൈഡിംഗ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പെർട്ടിക്കുലർ ആംഗിളിന് മുകളിൽ വരുന്ന ഏത് ചെരുവിലും താമസിക്കുന്ന ആൾക്കാർ മൺസൂൺ സീസണിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് വീണ്ടും ഇതുപോലെ റിപ്പോർട്ടുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ കാര്യമില്ല. ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനെ റിപ്പോർട്ട് ഉണ്ടാക്കി അത് റിപ്പോർട്ട് ചവിറ്റുകൊട്ടയിൽ ഇടാനാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് എമർജൻസി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ.